സ്വാഗതം. പ്രഭാത ടാരോക്കാർഡ് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്നത് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് കാര്യങ്ങളാണ് ഇന്ന് യൂണിവേഴ്സ് പറയുന്നത് എന്നുള്ളത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഊർജ്ജമാണ് താങ്കളിലേക്ക് ഇന്ന് വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഇന്ന് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്നും. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം വൈകുന്നേരത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ എന്നുമാണ് ചോദിക്കുന്നത്. എന്ത് ഊർജ്ജമാണ് യൂണിവേഴ്സ് ആൾക്ക് നൽകുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന നമ്പർ 19 എന്ന് പറയുന്ന കാർഡാണ്. ദ സൺ എന്ന് പറയുന്ന കാർഡാണ്. സൺ എന്ന് പറയുന്നത് എപ്പോഴും വളരെ പ്രതീക്ഷയുടെയും പോസിറ്റീവായിട്ടുള്ള എനർജിയുള്ള കാർഡാണ്. എപ്പോഴും സൂര്യൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. സൂര്യൻ എന്ന് പറയുന്ന കാർഡ് പുതിയ തുടക്കങ്ങളുടെ കാർഡാണ്. പുതിയ തുടക്കം എന്ന് പറയുന്നത് പാസ്റ്റ് നമ്മൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നൊരു എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം താങ്കൾക്ക് ഒരു പുതിയ പ്രതീക്ഷയുടെ ഒരു എനർജിയാണ് വരുന്നത്. ഒരു ആത്മീയ കാർഡ് കൂടിയാണത്. അപ്പോൾ ഇന്ന് താങ്കൾക്ക് ചില പുതിയ ഐഡിയാസോ ആശയങ്ങളോ അവസരങ്ങളോ എന്തെങ്കിലും കിട്ടിയാലും അത് അത്ഭുതപ്പെടാനില്ല. ആ എനർജിയിലാണ് നിൽക്കുന്നത്. എന്താണ് ഇന്നത്തെ നമ്മുടെ ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് സോട്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. 4 ഓഫ് സോട്ട്സ് എന്ന് പറയുന്ന കാർഡ് 8 ഓഫ് സോട്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. പെട്ടെന്ന് ഈ 4 വന്നുകൊണ്ട് വരുന്ന കൺഫ്യൂഷൻ ആയത്. 8 ഓഫ് സോട്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. 8 ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തിനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. അതായത് കെട്ടിയിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ ലോകത്ത് നമ്മളെ തളച്ചിട്ടിരിക്കുന്ന ഒരു കാർഡാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് പേടിയുണ്ട്. അതുകൊണ്ട് നമ്മളത് പുറത്തേക്ക് വരില്ല. ഈ കാർഡ് വരുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന ഗൈഡൻസ് ഇപ്പോൾ നമ്മളെ തടയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണെന്നുള്ളതാണ്. ആ ചിന്തകളെ പൊട്ടിച്ചെറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നു അതെല്ലാം സാധിക്കുമെന്ന് ഉറച്ച് ചിന്തിക്കുക, മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ദ ഫൂൾ എന്ന് പറയുന്ന കാർഡാണ്. നമ്പർ 0 എന്ന് പറയുന്നത് ഇത് ഒരു പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. 2 കാർഡുകൾ പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. ഒന്ന് സൂര്യൻ എന്ന് പറയുന്ന എനർജിയാണ്. 2 എന്ന് പറയുന്നത് റിസ്ക് എടുക്കുന്ന എനർജിയാണ്. അതായത് മറ്റ് പ്രതിസന്ധികൾ എന്തുണ്ടെങ്കിലും നമ്മൾ യൂണിവേഴ്സിൻ്റെ ഇത് കേട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണെന്ന് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളിലേക്ക് ഇന്ന് തുടക്കങ്ങൾ തന്നെയാണ് വരുന്നത്. പുതിയ പ്രതീക്ഷകളാണ് വരുന്നത്. പുതിയ അവസരങ്ങളാണ് വരുന്നത്. പുതിയ വാർത്തകളാണ് വരുന്നത്. ഇതെല്ലാം ഇന്നോ അല്ലെങ്കിൽ അടുത്ത ഒരു 72 മണിക്കൂറിനുള്ളിലോ പ്രതീക്ഷിക്കാം. ഐ വിഷ് യു വെരി ഗുഡ് ഡേ ഡിയർ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.